യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത്. വാർത്താകേന്ദ്രം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിരന്തരം നടത്തിയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ശിക്ഷാവിധി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിയത്. ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടതായും കേന്ദ്രം പറയുന്നു. തലാലിന്റെ കുടുംബം ശിക്ഷ മാറ്റിവെക്കുന്നതിനോട് യോജിച്ചിട്ടില്ലെന്നാണ് വിവരം. ദിയാദാനം സ്വീകരിക്കുന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 18 ദിവസം നീണ്ടുനിന്ന ദൌത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയും സംഘവും തിരികെ ഭൂമിയിലെത്തി. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് ഏകദേശം 1 മണിയോടുകൂടി സ്പ്ലാഷ് ഡൌൺ ചെയ്തു. പേടകത്തിൽ ശുഭാംശുവിനെ കൂടാതെ അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശിയായ സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ഉണ്ടായിരുന്നത്. ലക്ഷ്യമിട്ട മുഴുവൻ പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് ദൌത്യസംഘത്തിന്റെ മടങ്ങിവരവ്. മിൽമ പാലിന്റെ വില തൽക്കാലം കൂടില്ല. വില വർദ്ധിക്കുന്ന കാര്യം പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ ബോർഡ് യോഗത്തിൽ തീരുമാനം. സമിതി 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കർഷകർക്ക് ആശ്വാസകരമായ നടപടി ഉണ്ടാകുമെന്നും അടുത്ത മാസം ചേരുന്ന ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും മിൽമ ചെയർമാൻ അറിയിച്ചു. രജിസ്ട്രാറുടെ സസ്പെൻഷനെ ചൊല്ലി കേരള സർവകലാശാലയിലുണ്ടായ വിവാദത്തിൽ പ്രതിരോധത്തിലായി വിദ്യാർത്ഥികൾ. 2 ആഴ്ചയിലധികമായി VC ഡോക്ടർ മോഹനൻ കുന്നുമൽ എത്താത്തതും ഫയലുകൾ ഏത് രജിസ്ട്രാർക്ക് അയക്കണമെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നതും മൂലം ബിരുദ സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നില്ലെന്ന റിപ്പോർട്ട്. തുല്യതാ സർട്ടിഫിക്കറ്റ് അടക്കം വിദ്യാർത്ഥികളുടെ പ്രവേശനത്തെ ബാധിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ തീരുമാനമെടുക്കുന്നതും മുടങ്ങി. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും VC നിരസിച്ചു. പന്തീരങ്കാവിൽ ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ തട്ടിയ കേസിൽ നിർണായക വഴിത്തിരിവ്. മുഖ്യപ്രതി ഷിബിൻലാൽ തട്ടിയെടുത്ത 40 ലക്ഷത്തിൽ 39 ലക്ഷം രൂപ കണ്ടെത്തി. ഷിബിൻലാലിന്റെ 1/2 കിലോമീറ്റർ മാറിയാണ് ചവറുകൂനയ്ക്കിടെ കുഴിച്ചിട്ട നിലയിൽ 39 ലക്ഷം രൂപ കണ്ടെത്തിയത്. തട്ടിയെടുത്ത പണം പന്തീരങ്കാവ് സ്വദേശിക്ക് കൈമാറിയെന്നാണ് ഷിബിൻ നേരത്തെ പറഞ്ഞിരുന്നത്. NTV UAE to the world.